ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ചാപ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ അധ്യായം 6-ാമത്തെയാണ് സ്വാതന്ത്ര്യത്തിനാണ് ബഹുജന മുന്നേറ്റം. അപ്പോൾ ഇത് പറയും മുൻപ് ഞാൻ ഒത്തിരി SNUSCRT എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടത് ഞാൻ ആദ്യം എടുത്ത് തീർത്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടാണ് ഒരു ഓർഡറിൽ വരാത്തത്. കാരണം അത്യാവശ്യമുള്ള നമുക്ക് LGSനൊക്കെ വേണ്ടുന്നത് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ എടുത്ത് തീർത്തിട്ട് ബാക്കി എടുക്കാമെന്നുള്ളതിലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം. അപ്പോൾ ഓക്കെ, ഞാൻ തുടങ്ങുവാണ്. അധ്യായം സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, അധ്യായം 6, ക്ലാസ് 10. അപ്പം പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ജഡ്ജി ബ്രോംഫീൽഡ് പ്രതിയെ വണങ്ങി. തുടർന്ന് വിധി പ്രസ്താവിച്ചു. ഈ രാജ്യത്ത് ഒരു ന്യായാധിപനെ നേരിടേണ്ടി വന്നുള്ള ഒരു പക്ഷേ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്ന്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിൻ്റെ കടമയല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാൻ ഇടയുള്ളതുമായ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് താങ്കൾ. എന്ന വസ്തുത അവഗണിക്കാൻ കഴിയുകയില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണെന്ന ഒരു കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിപാവനവുമായ ജീവിതം നയിക്കുന്നയാളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി കൂട്ടിച്ചേർത്തു. ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല. അപ്പം ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നത് ആ ഒരു വിധിൻ്റെ സമയത്ത് പറഞ്ഞതാണ് അവിടെയുള്ള ജഡ്ജി ബ്രൂംഫീൽഡാണ്. ഈ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. മഹത്തായ വിചാരണയുടെ പശ്ചാത്തലം ആദ്യം പറയുന്നുണ്ട്. ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922 22 അഹമ്മദാബാദിലാണ് ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസിൽ മാർച്ച് 18. സെഷൻസ് ജഡ്ജി ജസ്റ്റിസ് MCN ബ്രൂംഫീൽഡ് മുമ്പാകെയായിരുന്നു വിചാരണ. പ്രോസിക്യൂട്ടർ സർ JT സ്ട്രോങ്മാൻ, അഡ്വക്കേറ്റ് ജനറൽ ബോംബെ ആയിരുന്നു. കേസിലെ പ്രതി നമ്മുടെ രാഷ്ട്രീയ പിതാവ് മഹാത്മാഗാന്ധിയും. നീതിപൂർവമായ വിധി പറയാൻ പ്രയാസമാണെന്ന് ജഡ്ജി ഈ വിചാരണയെ വിശേഷിപ്പിച്ചു. നമ്മൾ മേലേക്കായിട്ടല്ലോ വായിച്ചല്ലോ. ഇനി ഗാന്ധിജിയും ബഹുജന പ്രസ്ഥാനവും പറയുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി. കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരൊക്കെ. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രീയ കളരി. ആദ്യമായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണ്. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത്. ഗാന്ധിജി 20 വർഷക്കാലം ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തുന്നത്. നിയമസഹായിയായിട്ടാണ് ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നടത്തി. അഹിംസയിൽ അധിഷ്ഠിതമായി തൻ്റെ സത്യാഗ്രഹ സമര രീതിയൊക്കെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് രൂപം കൊടുത്ത സമര രീതിയാണ്. അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സത്യാഗ്രഹ സമരരീതിയാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം അറിയോ? ഗാന്ധിജി തിരിച്ചെത്തിയ വർഷം ഇന്ത്യയിലേക്ക് അത് 1915 15. ഇനി ചമ്പാരൻ മുതൽ ഖേദ വരെ പറയുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിച്ചത്. ചമ്പാരൻ സമരം 1917 ചമ്പാരൻ. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഗാന്ധിജി ഇടപെട്ടു. നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്ന യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾക്കെതിരായിരുന്നു സമരം. നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്ന യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾക്കെതിരെയാണ്
നേതൃത്വം നൽകിയത് ആരായിരുന്നു? രാജ്കുമാർ ശുക്ലയാണ്. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രേരണയിലാണ് ഗാന്ധിജി അവിടെ എത്തുന്നത്. രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് ഗാന്ധിജി അവിടെ എത്തുന്നത്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. ഇതിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. ഓക്കെ, ഇനി അഹമ്മദാബാദ് തുണിമിൽ സമരം പറയുകയാണ്. അത് 1918 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വേതന വർധനവിന് ആവശ്യപ്പെട്ടായിരുന്നു. ഓക്കെ, തുണിമിൽ തൊഴിലാളികളുടെ സമരമാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് വേതന വർധനവിന് ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. പിന്നെ ഖേദയെക്കുറിച്ചാണ് പറഞ്ഞത്. 1918 18 തന്നെയാണ് ഖേദയും അഹമ്മദാബാദ് തുണിമിൽ സമരവും. 1918 ഗുജറാത്തിലെ ഖേദയിൽ പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായതിനാൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവിൽ ആവശ്യപ്പെട്ടായിരുന്നു സമരം. തുടർന്ന് വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഓക്കെ, സമരത്തിന് ശേഷം ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിൻ്റെ ഉദയത്തിനും ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെട്ടു. ഓക്കെ, അപ്പം ഒന്നാം ലോകയുദ്ധവും ഇന്ത്യയും. അതിനു മുൻപ് 1917 ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 17 ചമ്പാരൻ സമരം, അത് നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്ന യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾക്കെതിരെ എന്നതാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധവിന് വേണ്ടിയുള്ളതാണ്. 1918 ഖേദയാണ് നികുതി ഇളവ് ആവശ്യമായി ബന്ധപ്പെട്ട സമരം. ഓക്കെ, ഇനി ഒന്നാം ലോകയുദ്ധവും ഇന്ത്യയും. ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രതിഘാതങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു ലോകയുദ്ധത്തിൻ്റെ കാലയളവ്. ഒന്നാം ലോകയുദ്ധം. ആ ലോകയുദ്ധത്തിൻ്റെ കാലയളവ് 1914 മുതൽ 18 വരെയാണ്. 1914 മുതൽ 1918 വരെ. പ്രധാന പ്രതിഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻ തോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിനിടയാക്കി. അക്കാലത്ത് വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. ഓക്കെ, 1915 to 18 അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടങ്ങൾ. ഒന്നാം ലോകയുദ്ധാന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഫലമായി നടപ്പിലാക്കിയ നിയമമായിരുന്നു റൗലറ്റ് നിയമം. ഒന്നാം ലോകയുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനാണ് ബ്രിട്ടീഷ് ഭരണകൂടം നടപ്പിലാക്കിയതായിരുന്നു റൗലറ്റ് നിയമം. 1919 റൗലറ്റ്. അപ്പോൾ റൗലറ്റ് നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നിയമപ്രകാരം വാറണ്ടില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടക്കാം. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്നായിരുന്നു അറിയോ? 1919 ഏപ്രിൽ 6 കേട്ടോ. 1919 ഏപ്രിൽ 6 ഒരു ഹർത്താലിന് ഗാന്ധിജി ഈ നിയമത്തിനെതിരെ ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത്. ഇതിൻ്റെ പ്രചാരണത്തിനായി രൂപീകരിച്ച സംഘടനയാണ് സത്യാഗ്രഹ സംഘടന. റൗലറ്റ് ആക്ട് ചെയ്തപ്പോൾ അതിനെതിരെ ഗാന്ധിജി ആഹ്വാനം ചെയ്തതാണ് 1919 ഏപ്രിൽ 6 സത്യാഗ്രഹ സഭ. ഇനി ഹർത്താലിന് വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഗാന്ധിജി ഇതിനെ ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ചോദിക്കാം PSC, ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി എന്തിനെയായിരുന്നു വിശേഷിപ്പിച്ചത്? അത് സത്യാഗ്രഹയാണ്. സത്യാഗ്രഹ സഭ ഹർത്താലിന് വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു, അതിനെയാണ് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച. റൗലറ്റ് നിയമത്തിനെതിരെ സമരം വളരെ ശക്തമായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയോ? പഞ്ചാബും ലാഹോറിലുമാണ്. പഞ്ചാബിലും ലാഹോറിലുമാണ് റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നത്. ഇനി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്നു ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവും. സത്യപാലും സൈഫുദ്ദീൻ കിച്ലുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. എന്ത് കാരണത്താൽ?
1919 ഏപ്രിൽ 6 സത്യാഗ്രഹ സഭ സംഘടിപ്പിച്ച സമരത്തിൽ പഞ്ചാബ് ലാഹോർ പ്രദേശങ്ങളിലുള്ള ആ ഒരു സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ സത്യപാലും സൈഫുദ്ദീൻ കിച്ലുവിനെയായിരുന്നു. ഇതിനെ തുടർന്ന് അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. ജാലിയൻവാല കൂട്ടക്കൊല. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ അമൃത്സറിലെ ജാലിയൻവാല ബാഗ് മൈതാനത്തിൽ നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ വെടിവയ്പ് നടന്ന സംഭവമാണ് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല. ഓക്കെ, നേതാക്കളെ അറസ്റ്റ് പ്രതിഷേധിക്കാനാണ് അമൃത്സറിലെ ജാലിയൻവാല ബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ വെടിവയ്പ് നടത്തിയതാണ് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നായിരുന്നു 1919 തന്നെയാണ്. ഏപ്രിൽ 13-ന്. 6-നാണ് അവർ സത്യാഗ്രഹം സ്ഥാപിക്കുന്നതെങ്കിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ ഏപ്രിൽ 19-നായിരുന്നു കൂട്ടക്കൊല. അതിനിടയ്ക്ക് അവർ അറസ്റ്റും കഴിഞ്ഞു. ആ അറസ്റ്റിനോടനുബന്ധിച്ച് പ്രതിഷേധം ഉണ്ടായി. അങ്ങനെയാണ് അവർ ഒത്തുകൂടി. അപ്പോഴാണ് അവർ വെടിവെച്ചത്. ഇനി ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തിയ സൈനിക ഉദ്യോഗസ്ഥർ വരത്തിൽ പറയുന്നുണ്ട്. അതാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ഓക്കെ, വെടിവെച്ചത് ഡയറാണ്, റെജിനാൾഡ് ഡയർ. ഇനി മൈതാനത്തിന് ഒരേ ഒരു പ്രവേശന കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവയ്പ് നടന്നത്. അതുകൊണ്ട് 10 മിനിറ്റ് നേരം തുടർന്ന വെടിവയ്പിൽ സർക്കാർ രേഖ പ്രകാരം കൊല്ലപ്പെട്ടവർ 379. സർക്കാർ രേഖ പ്രകാരമാണ് 379 പേര് കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർ പരിക്കേറ്റു. ഓക്കെ, ഇനി ജാലിയൻവാല ബാഗിലെ വെടിവയ്പ്പിൻ്റെ ഫലമായി ചുമരുകളിലുണ്ടായ ദ്വാരങ്ങളാണ് അവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഹണ്ടർ കമ്മീഷൻ പറയുന്നുണ്ട്. ജാലിയൻവാല ബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ജാലിയൻവാല ബാഗാണ്. ആ ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ അന്വേഷിക്കാനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ചതായിരുന്നു ഹണ്ടർ കമ്മീഷനെ. ഇനി ബഹുജന സമരത്തിലേക്ക് എന്നൊരു ഹെഡിങ് ആണ്. റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിൽ ആയിരുന്നു ശക്തി ആർജിച്ചത്. ഗ്രാമീണ മേഖലയിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടു. ഇത് പ്രായോഗികമാക്കാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. ഓക്കെ, അങ്ങനെ ഖിലാഫത്ത് പ്രശ്നം ഗാന്ധിജി ഏറ്റെടുത്തു. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു അറിയില്ലേ? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാണ്. സഹോദരന്മാരാണ് അവർ. ഓക്കെ, 1-ാം ലോക യുദ്ധത്തിൽ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് സൈപ്രസ് ഉടമ്പടി. 1-ാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് വൈസ്രസ് ഉടമ്പടി. ആരുമായിട്ടാണ്? തുർക്കി ലോകയുദ്ധത്തിലെ വിജയികൾ തുർക്കിയുമായിട്ട് വെച്ച ഉടമ്പടിയാണ് സൈപ്രസ് ഉടമ്പടി. ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താ? ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം എന്നൊരു ഹെഡിങ് ആണ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലാണ് അക്രമരഹിതമായിട്ടാണ് നിസ്സഹകരണ സമരം ആരംഭിച്ചു. നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നിസ്സഹകരണ സമരത്തിൻ്റെ രീതികളാണ്? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകി, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെച്ചു, അഭിഭാഷകർ കോടതികളും വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങളും വിദേശ വസ്തുക്കളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചു. നിയമനിർമ്മാണപരമായ പ്രവർത്തനങ്ങൾ ആണെങ്കിലോ സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു.
ഈ സന്ദർശനത്തിൽ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേത് കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകമായി. ഗ്രാമ നഗരമേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഇനി ഹിന്ദ് സ്വരാജ് പറയുകയാണ്. ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അത് 1909 1909 അഥവാ ഗാന്ധിജി ഇവിടുന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതായിരിക്കും. ഓക്കെ, 1909 ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അടിസ്ഥാനപരമായ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. ഓക്കെ, ഒന്ന് സെക്കൻഡ്. ഓക്കെ, അപ്പം ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. എന്താ ഒന്നും കൂടി ഞാൻ പറയാം. ഹിന്ദ് സ്വരാജ് 1909 ഇന്ത്യക്കാരുടെ വിശദീകരണം എന്തെന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഭരണം ഇവിടെ വന്നതും അവിടെ നിലനിൽക്കുന്നതും നമ്മുടെ ഇന്ത്യക്കാർ കാരണം തന്നെയാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയംഭരണം. ഹിന്ദ് സ്വരാജ് ഇന്ത്യയുടെ സ്വയംഭരണം എന്നതാണ്. ഇനി വിവിധ വിഭാഗങ്ങളുടെ പങ്കാളിത്തം പറയുന്നുണ്ട്. അതാണ് നിസ്സഹകരണം. ഒക്കെ സ്ത്രീകൾ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണികൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമരരീതികൾ സ്ത്രീകൾ പങ്കാളികളായി. തൊഴിലാളികൾ എങ്ങനെയാണ് നിസ്സഹകരണ സമരത്തോട് സജീവമായി പ്രതികരിച്ചത്? മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. വിദ്യാർത്ഥികളോ? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമി എന്നിവ അക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പം നിസ്സഹകരണ സമരത്തിന് ശേഷം രൂപീകരിച്ച സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ചു. അലിഗറിലാണ് ജാമിയ, ഗുജറാത്തിലെ വിദ്യാപീഠം, ബനാറസിലെ കാശി വിദ്യ. ഇനി ഗോത്രജനതയെപ്പറ്റി. ഗോത്രജനത എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സമരത്തിൽ പങ്കാളിയായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നത് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. കർഷകരെങ്ങനെ? ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. അവധ് കിസാൻ സഭ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് അവധ് കിസാൻ സഭ ഇക്കാലത്തായിരുന്നു. ബംഗാളിലെ കാർഷിക മേഖലകളിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ഇനി ബഹിഷ്കരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. പ്രധാന ലക്ഷ്യങ്ങളോ? ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക. നെൽകൃഷി വ്യാപിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലി, ഖാദി ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവും ആയിരുന്നു നിസ്സഹകരണ സമരത്തിലെ അടിസ്ഥാന ആശയങ്ങൾ. എന്താ നിസ്സഹകരണത്തിലെ അടിസ്ഥാന ആശയങ്ങൾ? ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവും ആയിരുന്നു. ഇനി ചിരാല പെരാല പറയുന്നുണ്ട് ഇവിടെ. ചിരാല പെരാല നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെൻറ് നീക്കം തുടങ്ങിയത് നികുതി ഭാരം വൻ തോതിൽ വർദ്ധിക്കാൻ ഇടയാക്കിയിരുന്നു. ഇതിനെതിരെ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണൻ. ഒക്കെ ദുഗ്ഗിരാല, ചിരാല പെരാല എന്തായിരുന്നു? അവിടെ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെൻറ് നീക്കം തുടങ്ങിയത് നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാനിടയാക്കി. ഇതിനെതിരെ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു.
11 മാസക്കാലം അവർ മറ്റൊരിടത്ത് കഴിഞ്ഞു. അതെവിടെയാണ്? ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ഈ പ്രശ്നം. ഓക്കെ, നിസ്സഹകരണ കാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരമാണ് ചിരാല പെരാല. അതെന്തുകൊണ്ടാണ്? ഈ കാരണങ്ങളാണ്. അപ്പോൾ ആ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. ഇനി ചൗരി ചൗര സംഭവം പറയുന്നുണ്ട്. അത് 1922 അറിയാലോ, 22 ചൗരി ചൗര 22. ഓക്കെ, 22. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസുകാരും തമ്മിൽ സംഘർഷമുണ്ടായത് 1922 ഫെബ്രുവരി 5 ഓക്കെ, സംഘർഷം 5 ഫെബ്രുവരി 5 സംഘർഷം. ചൗരി, അതായത് നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷം 1922 ഫെബ്രുവരി 5. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീവെച്ചു. ഇതിനെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസുകാർ എത്രയായിരുന്നു? അത് 22. ചൗരി ചൗരയിൽ 1922 22 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. ഫെബ്രുവരി 5 സംഘർഷം. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കി ഗാന്ധിജി സമരം പിൻവലിച്ചു. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ നിൽക്കൂലെന്ന് തോന്നിയപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? സമരം പിൻവലിച്ചു. ഈ തീരുമാനം മറ്റു നേതാക്കളെ അമ്പരപ്പിച്ചു. ഇത്രയും ആ ഒരു ഇതിൽ ഡെപ്തിലെത്തിക്കഴിഞ്ഞിട്ട് ഗാന്ധിജി പെട്ടെന്ന് അത് നിർത്തിവെച്ചപ്പോൾ എല്ലാവർക്കും അമ്പരപ്പായി. പിന്നീട് ഗാന്ധിജി അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ എന്നൊരു ഹെഡിങ്ങാണ്. സ്വരാജ് പാർട്ടി നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. ഇതിനോട് വിയോജിപ്പുണ്ടായ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ 1923 രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഓക്കെ, 1923 കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് സ്വരാജ് പാർട്ടി. ഓക്കെ, ഇനി നേതാക്കളായിരുന്നു സ്വരാജ് പാർട്ടിയുടെ CR ദാസും മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് സ്വരാജ് പാർട്ടി 1923 രൂപീകരിക്കുന്നത്. ഓക്കെ, സ്വരാജ് പാർട്ടി ലക്ഷ്യം എന്തായിരുന്നു? നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നതായിരുന്നു. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നതായിരുന്നു സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം. അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിക്കുകയാണ് ഉണ്ടായത്. സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. തുടർന്ന് ജനകീയ സമരങ്ങൾ എന്നൊരു ഹെഡിങ്ങോട് കൂടിയാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ സൃഷ്ടിച്ച ആവേശം നിലനിന്നു. അങ്ങനെ തന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി. ഇതിനൊരു ഉദാഹരണമാണ് റാംപ ലഹള. ഓക്കെ, റാംപ ലഹളയാണ് അതിനൊരു ഉദാഹരണം. ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരമായിരുന്നു റാംപ ലഹള. ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരമായിരുന്നു റാംപ ലഹള. നേതൃത്വം നൽകിയതായിരുന്നു റാംപിൽ അല്ലൂരി സീതാരാമരാജുവാണ്. റാംപ ലഹള ആന്ധ്രയിലാണ്. നേതൃത്വം അല്ലൂരി സീതാരാമരാജു. ഇനി കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതൊരു കാരണമാണ്. കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം വേറൊരു കാരണമാണ്. റാംപ ലഹള ഉണ്ടാവാനുള്ള കാരണമാണ് എവിടെ? ആന്ധ്രയിലൊക്കെ ഗോത്ര ജനതയുടെയാണ്. ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടു. കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവും. വ്യാപ്തിയോ 2500 ചതുരശ്ര മൈൽ ഭൂപ്രദേശം സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. സമരം അടിച്ചമർത്തിയതാര? മലബാർ സ്പെഷ്യൽ പോലീസ് അസം റൈഫിൾസും കൂടിയാണ്. റാംപ ലഹള അടിച്ചമർത്തിയത് അല്ലൂരി സീതാരാമരാജുവാണ് നേതൃത്വം റാംപ ലഹളയുടെ. ഓക്കെ, ഇനി എന്താ? അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെട്ടു. മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസും അടിച്ചമർത്തി ആ ഒരു സമരത്തിൽ അല്ലൂരി സീതാരാമരാജു മരണപ്പെടുകയും ചെയ്തു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇക്കാലത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു. ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്തായിരുന്നു? പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. ഇനി നൂറ്റാണ്ട് തികഞ്ഞ കൂടിക്കാഴ്ച എന്നൊരു ഹെഡിങ്ങും ഒരു ബോക്സിനാണ് പറയാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12 വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇത്
ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ചയ്ക്ക് ഒരു നൂറ്റാണ്ട് തികഞ്ഞത് എപ്പോഴായിരുന്നു? 2025 മാർച്ച് 12-നാണ്. ഓക്കെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12-ന് വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ചയ്ക്ക് എത്ര വർഷം, എത്ര നൂറ്റാണ്ടായി? ഒരു നൂറ്റാണ്ട് തികഞ്ഞത് 2025 മാർച്ച് 12-നാണ്. ഇനി മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇനി സൈമൺ തിരിച്ചു പോകുക, സൈമൺ ഗോ ബാക്ക് എന്നൊരു ഹെഡിങ്ങാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശിക്കാനും ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു സൈമൺ. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശിക്കാനാണ് ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചതാണ് കമ്മീഷൻ, സൈമൺ കമ്മീഷൻ. സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിലാണിത്, സർ ജോൺ സൈമൺ. ഇനി പ്രതിഷേധം കാരണം കമ്മീഷനിൽ 7 അംഗങ്ങളെയും ബ്രിട്ടീഷുകാരനായിരുന്നു. ഓക്കെ. പ്രതിഷേധത്തിൻ്റെ കാരണം എന്തായിരുന്നു? കമ്മീഷനിൽ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരും. നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയാനാണെങ്കിലും 7 ആൾക്കാരും ബ്രിട്ടീഷുകാരായിരുന്നു. ഈ കാരണത്താൽ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു. ഇന്ത്യയിലെത്തിയ കമ്മീഷനെതിരെ രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചതെന്നായിരുന്നു? 1928 ഫെബ്രുവരി 3-നാണ് ഹർത്താൽ. 1928 ഫെബ്രുവരി 3-നായിരുന്നു. ഇന്ത്യയിൽ തെരുവുകളിൽ മുഴങ്ങിയ മുദ്രാവാക്യം എന്താ? സൈമൺ ഗോ ബാക്ക്, സൈമൺ ഗോ ബാക്ക് എന്നായിരുന്നു. ഇന്ത്യയിൽ തെരുവുകളിൽ മുഴങ്ങിയ മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. അപ്പോൾ ലാലാ ലജ്പത് റായ് ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടത്തിയ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു. ഓക്കെ. ഇത് കാരണത്താൽ സൈമൺ തിരിച്ചു പോകുമെന്ന ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തിച്ചാർജിൽ പരിക്കേറ്റ ലാല പിന്നീട് മരണപ്പെട്ടു. ഓക്കെ. 1928 ഫെബ്രുവരി 3-നായിരുന്നു ഹർത്താൽ. ഇനി നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട്. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികൾ ഒപ്പം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പോൾ അവർ പറഞ്ഞു കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷുകാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പൂനെയിൽ വിവിധ പാർട്ടികളൊപ്പം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പം മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് അറിയപ്പെടുന്നത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ മോത്തിലാൽ നെഹ്റുവാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സ്ഥാപകൻ നേതൃത്വത്തിലൊക്കെ. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി ബർദോളിലെ കർഷക മുന്നേറ്റം പറയുന്നുണ്ട്. 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിന് വേദിയായി. 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിന് വേദിയായി. നേതൃത്വം നൽകിയതാരാ? സർദാർ വല്ലഭായ് പട്ടേലും. പങ്കാളികൾ ആയ മറ്റു വ്യക്തികൾ അബ്ബാസ് തിയാബ്ജിയും വിത്തൽഭായ് പട്ടേലുമായിരുന്നു. 1928 ഗുജറാത്തിൽ ബർദോളിലെ വലിയൊരു കർഷക സമരം. നേതൃത്വം വല്ലഭായ് പട്ടേൽ, പങ്കാളികൾ അബ്ബാസും വിത്തൽഭായും. ഇതിന് പ്രധാന കാരണം എന്താ? അതും നികുതി വർധനവ്. നികുതി അടക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം തുടർന്നു. സർക്കാർ നടപടി എന്താ? കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണം എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. നിങ്ങളുടെ വണ്ടികൾ ഉപകരണങ്ങളും അയച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് നിർദ്ദേശിച്ചു. ഗാന്ധിജി ബർദോളി സന്ദർശനത്തിന് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകിയിട്ടുണ്ട്. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ സമരം വിജയം നേടി. അപ്പോൾ ഗാന്ധിജി ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട്. ഓക്കെ. ഉറച്ച പിന്തുണ നൽകിയിട്ടുണ്ട്. എന്തിനാ? ബർദോളിയിലെ കർഷക മുന്നേറ്റ സമരമാണ്. 1928 ഗുജറാത്തിലെ ബർദോളിയിലാണ്. അബ്ബാസ് തിയാബ്ജിയും വല്ലഭായ് മറ്റ് വ്യക്തികളാണ്. വല്ലഭായ് പട്ടേലാണ് മെയിനും. ഓക്കെ. നമുക്ക് ലാഹോർ സമ്മേളനം എന്ന വഴിത്തിരിവ്, അതൊരു ഹെഡിങ്ങാണ്. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റും ആണ്. എനിക്ക് രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയിലും എനിക്ക് വിശ്വാസമില്ല. ആരായിരുന്നു പറഞ്ഞത്? അത് നെഹ്റുവാണ്. ഓക്കെ. ഇനി ഈ പ്രസംഗം 1929 ഡിസംബർ ലാഹോറിൽ നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നടത്തിയ അധ്യക്ഷ പ്രസംഗമാണ്. അപ്പോൾ ഒന്നിക്കിൽ ഇത് ചോദിച്ചിട്ട് ആരാ നടത്തിയെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 1929 ഡിസംബർ ലാഹോറിൽ നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നടത്തിയ അധ്യക്ഷ പ്രസംഗം ഏതായിരുന്നു എന്ന് ചോദിക്കാം. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റും ആണ്.
എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയിലും എനിക്ക് വിശ്വാസമില്ല എന്നതാണ് അദ്ദേഹം 1929 ഡിസംബറിലാണ് ലാഹോറിൽ നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം സുപ്രധാനമായിരുന്നു. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം സുപ്രധാനമായിരുന്നു. പ്രധാന തീരുമാനങ്ങൾ എന്താണെന്ന്? കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യമാണ്. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ്ണ പതാക സ്വീകരിച്ചപ്പോൾ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് 1929 ഡിസംബർ ലാഹോറിൽ നടന്ന സമ്മേളനത്തിൽ. ഓക്കെ, ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. ഗാന്ധിജിയോട് ബഹുജന സമരം ആരംഭിക്കാൻ ചുമതലപ്പെടുത്തി. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇനി സ്വാതന്ത്ര്യത്തിന് മുൻപ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നൊരു ഹെഡിങ് ആണ്. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചതായിരുന്നു 1930 ജനുവരി 26. അപ്പോൾ 29 ഡിസംബറിലെ ആ സമ്മേളനം കഴിഞ്ഞു. 1930 ജനുവരി 26 ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം ആഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചാരണം എന്നിവയും ഇതിൻ്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തിരഞ്ഞെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ എന്ത് കാരണത്തിലാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത്? എന്തൊക്കെ കാരണം കൊണ്ട് സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി 26 തിരഞ്ഞെടുക്കാൻ എന്ത് പശ്ചാത്തലമായി? ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജനുവരി 26 മുതൽ എല്ലായിടത്തും റിപ്പബ്ലിക്, അതായത് സ്വാതന്ത്ര്യം ആഘോഷിച്ചു തുടങ്ങി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം ആഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിൻ്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള എല്ലാ വർഷങ്ങളും ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായാണ്. അപ്പോൾ ഇത് വലിയൊരു ചാപ്റ്ററാണ്. ഞാൻ ഇപ്പോൾ 2 പാർട്ടായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് ഇത് പിന്നെ ഞാൻ നിർത്തുകയാണ്. ഇതിന് 2ാം പാർട്ടായിട്ട് ഞാൻ വരും. താങ്ക് യു.